ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ സംയുക്ത പ്രതിരോധം തീർക്കാൻ ഗൾഫ് രാജ്യങ്ങൾ GCC രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണം ഉണ്ടായാൽ എല്ലാവരും അതിനെ ഒറ്റക്കെട്ടായി തന്നെ നേരിടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ ജമാൽ നൽകും. ജമാൽ, അമീർ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് ഇസ്രായേലിനെതിരെ. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പ്രതിരോധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ ഒരടവും ഇവിടെ വേണ്ട, ഈ ഗൾഫ് രാജ്യങ്ങളിലെ മണ്ണിൽ കണ്ണുവെക്കേണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ജമാൽ, തീർച്ചയായും ഖത്തറിൽ ഇന്ന് ചേർന്ന അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഇസ്രായേലിനെതിരെ എല്ലാ അറബ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി തന്നെ രൂക്ഷമായ വിമർശനം ഉയർത്തി. പ്രത്യേകിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് സമീം ബിൻ ഹമദ് അൽ താനി പറഞ്ഞ ചില കാര്യങ്ങൾ പ്രത്യേകം പരാമർശം അർഹിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം വഞ്ചനാപരവും ഭീരുത്വം നിറഞ്ഞതുമാണെന്നാണ് ഖത്തർ അമീർ പറഞ്ഞത്. ഈ ഉച്ചകോടിയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ സംയുക്തമായി ഗൾഫ് രാജ്യങ്ങൾ സംയുക്തമായി പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇസ്രായേലിനെതിരായ സംയുക്ത പ്രതിരോധ സംവിധാനം സജീവമാക്കണമെന്നാണ് GCC രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി GCC ഡിഫൻസ് കൗൺസിൽ അടിയന്തര യോഗം ചേരുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായുള്ള ഭീഷണികളെ ഒരുമിച്ച് ചെറുക്കാൻ തന്നെയാണ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. GCC രാജ്യങ്ങളുടെ പ്രതിരോധ സാഹചര്യവും ഭീഷണി സാധ്യതയും വിലയിരുത്തുമെന്ന് ഇന്നത്തെ അറബ് ഉച്ചകോടി തീരുമാനിച്ചു. ഇസ്രായേലിന്റെ നടപടി എല്ലാ അന്താരാഷ്ട്ര മര്യാദകളുടെയും ലംഘനമാണെന്നാണ് ഖത്തർ അമീർ ഉൾപ്പെടെയുള്ള അറബ് നേതാക്കൾ ഒക്കെ തന്നെയും പറഞ്ഞത്. ഗാസക്കെതിരായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് കഴിഞ്ഞിടയ്ക്കാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതിന് പിന്നാലെയാണ് അടിയന്തരമായിട്ടുള്ള ഉച്ചകോടി ചേരുന്നത്. ഈ ഉച്ചകോടിക്കിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഖത്തർ അമീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. GCC രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ തൊട്ടാൽ ആരും നോക്കിയിരിക്കില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അതിനെ എതിർക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്.